ഹലോ ഗായ്സ്, നാനോ റെസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്ന ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പം നമ്മുടെ മച്ചാൻ രാവിലെ തന്നെ നല്ല വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഗൈസ് ഗൈസ് നമ്മുടെ മച്ചാൻ റിച്ചൊക്കെയാണ്. അപ്പം വീട്ടിൽ തന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം സെറ്റപ്പാണ് ഗൈസ്. ഇതൊന്നും നല്ല താഴെയുണ്ട്, ഇത് ഇവിടെയുണ്ട് ഗൈസ്, ഇവിടെയുണ്ട് അടുത്ത സെറ്റ്. ഇവിടെയൊക്കെ മൊത്തം സെറ്റപ്പാണ് ഈസ്. നമ്മുടെ അച്ഛനൊക്കെ അറിയാലോ ഈസ്. ഉണ്ട് എൻ്റെ മോനെ, നല്ല റിച്ച് ജീവിതമാണ് ഈസ്. നല്ല ഇവിടെയൊക്കെ സംഭവനൊക്കെ ഉണ്ട്. എൻ്റെ മോനെ ഈസ് പൊളി സംഭവമാണ്. അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈസ് വർക്കൗട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല ഈസ്. നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കണം എന്താണ് പരിപാടി എന്നൊക്കെ. അപ്പം ഫ്രണ്ടുമായിട്ട് എവിടെയും ചില്ലടിക്കാനൊക്കെ പോകാമല്ലോ ഈസ്, അങ്ങനെ ചോദിക്കണം. അപ്പോൾ ഇതേപോലെ പ്ലാനൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ അവരുടെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുമല്ലോ എന്താ പരിപാടി എന്നൊക്കെ. അപ്പം അവനൊന്ന് വിളിച്ച് നോക്കാം ഗൈസ്, നമുക്കവനെ വിളിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് നോക്കി. അപ്പം അവനൊരു കാര്യം എന്നോട് പറഞ്ഞു, വേറെ ഒന്നും ഗൈസ്. അതായത് നമ്മുടെ സിറ്റിയിൽ ഒരു സൈഡിലൊരു വീടുണ്ട്. അപ്പം ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കാൻ വന്നേക്കുന്ന ഒരാളാണ് ഗൈസ്. അതെന്ന് വെച്ചാൽ ആ വീട് ഇങ്ങനെ റെൻറ്റിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊരു വീടാണ്. അന്നേരം അവിടെ ഇപ്പോൾ താമസിക്കാൻ വന്നേക്കുന്ന ആരാണെന്നറിയാം ഗൈസ്? വേറെ ആരും നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഹൽക്കിനെ നിങ്ങൾക്ക് അറിയാം ഗൈസ്. പുള്ളിക്കാരനാണ് ഹൽക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയായിരിക്കും, ബ്രൂസ് ബാനർ. പുള്ളി ഇപ്പം അവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്. അതായത് അയാൾക്കെന്തോ പരീക്ഷണം എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ ഗൈസ് അവിടെ ഹൽക്കിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അതായത് ഹൽക്ക് ആവുന്ന ആ ഒരു മരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് അവിടെ പോയിട്ട് ആ മരുന്നെടുത്ത് കുടിക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഹൽക്കാവാൻ പറ്റും. പിന്നെ വേറെ ഒന്നുമില്ല, അവിടെ അതിൻ്റെ ആൻറ്റിഡോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഹൽക്കാവാൻ പറ്റിയ അത്ര നല്ലതാണ് ഗൈസ്. അപ്പം പുള്ളി ഇപ്പോൾ അവിടെ ഇല്ലെന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. അപ്പം അതൊരു നല്ല കാര്യം തന്നെയാണ് ഗൈസ്. അപ്പം ഞാൻ വേറെ ഒന്നല്ല ഗൈസ്, ഇവിടെ നമുക്ക് വേഗം പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് യെസ്. അപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം അവനെ കൂട്ടി നമുക്ക് നേരെ അങ്ങോട്ട് വിടാം ഗൈസ്. നമ്മുടെ ആ കൂട്ടുകാരൻ ഇപ്പോൾ വരും. അപ്പോൾ അവൻ വന്നിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനെയും കൂട്ടിയാണ് നമ്മൾ പോകുന്നത്, വേറെ ഒന്നുമല്ല. കാരണം അവനാണ് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ കറക്റ്റ് അറിയാവുന്ന അവനാണ്. അപ്പോൾ ചങ്ങായിനെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മസ്താങ്ങൊക്കെ അടിപൊളിയാക്കി ഗൈസ്. ചോപ്പ് പെയിൻ്റൊക്കെ അടിച്ച്, പിന്നെ ചോപ്പ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓക്കെ നമുക്ക് ബൈക്ക് ബൈക്കും കൊണ്ടാണ് പോകുന്നത് കേട്ടോ. കാർ കൊണ്ട് പോയാൽ സീനാണ്. കാരണം എങ്ങാനും പെട്ടെന്ന് പിടിക്കപ്പെട്ടാൽ ഗൈസ് ഓടി വരണ്ടേ, ബൈക്ക് എടുത്തുകൊണ്ട് വരുന്നത് നല്ലത്. ഓക്കെ ചങ്ങായി കയറിയിരിപ്പുണ്ട് എൻ്റെ മോനെ. അടിപൊളി ഗൈസ്. അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ്. മറ്റേ നമ്മുടെ നീല ബൈക്ക് നമ്മുടെ ഫ്രണ്ട് കൊണ്ടുപോയി, അതൊന്ന് ഓടിക്കട്ടെ എന്നിട്ട്. അപ്പോൾ ഈ ബൈക്ക് ഇവിടെ വെച്ചിട്ടാണ് പോയത്, നമുക്കറിയായിരിക്കും ഈ ബൈക്ക്. അപ്പം ഇവിടെ നേരെ അങ്ങോട്ട് വിടാം ഗൈസ്. അപ്പം ഇപ്പോൾ ഇവനാണ് പറഞ്ഞത് ഈ ഹൽക്കിൻ്റെ അവിടെ ഈ ഹൽക്കിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം ശരിയാണെന്ന് എനിക്ക്. എടാ സത്യമാണോ ഈ പറഞ്ഞതൊക്കെ? അവിടെ സത്യമാടാ, കാര്യമായിട്ടും പറഞ്ഞോ. നീ വേറെ വിശ്വസിച്ചാൽ മതി. നീ അവിടെ എത്തിക്കഴിയുമ്പോൾ കണ്ടോ? എടാ അത് കുടിച്ച് നമുക്ക് ഹൽക്കാവാനൊക്കെ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അവിടെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ കുടിച്ച് നോക്ക്, അപ്പം അറിയാം. ഇനി നീ ഹൽക്കായിട്ടുണ്ടെങ്കിൽ തന്നെ നിനക്ക് മാറണമെങ്കിൽ അവിടെ എൻ്റെ ആൻറ്റിഡോട്ട് ഇരിപ്പുണ്ട്. ആൻറ്റിഡോട്ട് എടുത്ത് കുടിക്കുവാണെങ്കിൽ നീ പഴയതുപോലെ തന്നെ ആവും. ഇവൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻറ്റിഡോട്ട് അവിടെ ഉണ്ടെന്നാണ്. അപ്പം അതെടുത്ത് കുടിക്കുവാണെങ്കിൽ നമ്മൾ ഹൽക്കായിട്ടുണ്ടെങ്കിൽ പോലും അത് പഴയതുപോലെ ആവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളവിടെ എത്താനായോടാ? അവിടെ എത്താനായി. ഇതേ അവിടെ ആ വീടുള്ളത്. വേഗം പൊക്കോ, അവിടെ തന്നെ ആ കാണുന്ന വീട്. ഓക്കെ ഗൈസ് നമ്മളവിടെ എത്തിയെന്ന് തോന്നുന്നു. ഈ കാണുന്ന വീടെന്നാണ് പറയുന്നത്. എടാ ഇത് തന്നെയാണോ? ഈ കാണുന്ന വീടാണോ? ആടാ ഇത് തന്നെ വീട്. ഇതേ നമുക്ക് ആ ഗാരേജിലോട്ട് കയറ്റിയിടാം. ഓക്കെ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വണ്ടി നമ്മുടെ ഈ ഗ്യാരേജിലോട്ട് കയറ്റിയിടാം. പുള്ളിക്കാരന് കാറുണ്ടായിരുന്നു തോന്നുന്നു, അതായിരിക്കും ഈ ഗ്യാരേജ്. ഓക്കെ വണ്ടി ഇടാം ഗൈസ്. ഓക്കെ നമുക്ക് ഇവിടെ തന്നെ വണ്ടി ഇട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. എന്തായാലും സീനില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ആരും കാണാനൊന്നും ഇല്ല. പുള്ളി ഏതായാലും ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് വലിയ സീനില്ലായിരിക്കും. നമുക്ക് വണ്ടി നൈസായിട്ട് ഇതിനകത്തങ്ങ് കയറ്റിയിട്ടാം. ഓക്കെ ഇവിടെ സീനൊന്നും ഇല്ലല്ലോ അല്ലേ? എടാ ഒരു സീനും ഇല്ല. നീ എന്നെ വിശ്വസിച്ചല്ലേ വന്നേ, ഇനി ഒരു പേടിക്കാനും ഇല്ല. എടാ എനിക്ക് നിന്നെ തന്നെ പേടി. ഇവിടെ വന്നിട്ട് ഓരോ വയ്യാവലിങ്ങാനും വലിച്ചു കയറ്റി വെച്ചാടാ. നീ അവിടെ നിൽക്കുവാണോ? ആടാ ഞാനിവിടെ നിൽക്കുവാ. കാരണം ഇനി ആരെങ്കിലും വന്നത്തേനെ നിന്നെ ഇൻഫോം ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നതാ. ഗൈസ് അവനവിടെ നിൽക്കുമെന്നാണ് പറയുന്നത്. ആരെയും വന്നാൽ തന്നെ പറയാനാണെന്നാണ് പറയുന്നത് ഗൈസ്. ഓക്കെ വിശ്വസിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇവിടെ വാതിലൊന്നും ഇല്ല ഗൈസ്. എങ്ങാനും പൂട്ടിട്ടിട്ടാ പോയേക്കുന്നേ തീർന്നു ഗൈസ്.
പിന്നെ നമ്മൾ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ച് ഇറങ്ങി ഗൈസ്. പിന്നെ വലിയ സീനില്ല ഗൈസ്, കാരണം നമ്മളങ്ങനെ മോഷ്ടിക്കാനൊന്നും അല്ലല്ലോ ഗൈസ് വന്നത്. നമ്മൾ ഈ ഇവിടെ നിന്ന് അതൊന്നും എടുക്കാൻ വേണ്ടിയല്ലേ വന്നത്, മോഷ്ടിക്കുന്നതൊന്നും ബന്ധമില്ലല്ലോ. പുള്ളിക്കാരൻ നല്ല റിച്ച് ആണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും വലിയ വീടൊക്കെ തന്നെ. ഓ ഗൈസ്, ഇവിടെ കുറേ ഷെൽഫും കാര്യങ്ങളും ഇരിപ്പുണ്ട് ഗൈസ്. പൈസ വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ പൈസ എടുക്കാനല്ലോ വന്നത് ഗൈസ്, നമുക്ക് ആ സൊല്യൂഷൻ മതി ഗൈസ്. ഇനിയിപ്പോൾ ആ സൊല്യൂഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. വേറെ ഒന്നുമല്ല, ഇവിടെയൊന്നും കാണാൻ പോലും ഇല്ല ഗൈസ്. ഡ്രോയറിനകത്തൊക്കെ തപ്പി നോക്കേണ്ട വരും ഗൈസ്. ഇനി 2ാം നിലയിൽ എങ്ങനെയും ഉണ്ടോ ഗൈസ്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇനി ഈ സൊല്യൂഷൻ അല്ലാതെ വേറെ വല്ലതും കിട്ടിയാലേ നമുക്ക് മണ്ടക്കോട്ട് പോയി നോക്കാം ഗൈസ്. ഓ ഗൈസ്, ഇത് ഭയങ്കര വലിയ വീടാട്ടോ ഗൈസ്. എൻ്റെ മോനെ സെറ്റപ്പ് തന്നെ കേട്ടോ ഗൈസ്. ഓ, പുള്ളി നല്ല റിച്ചാണെന്ന് തോന്നുന്നു ഗൈസ്. ഇനിയിപ്പോൾ ഹൽക്കായതുകൊണ്ട് അവഞ്ചേഴ്സിന് ശമ്പളം കൊടുത്തു കാണുമോ? എന്തൊക്കെയായാലും ഭയങ്കര റിച്ച് സെറ്റപ്പാട്ടോ ഇവിടെയൊക്കെ. എൻ്റെ മോനെ ഗൈസ്, അടിപൊളി. ഏതായാലും പുള്ളി റെൻറ്റിന് ഇത്ര അടിപൊളി വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ സ്വന്തം വീടും അടിപൊളിയായിരിക്കും. എന്തായാലും വീട് കാണൂല, കാരണം അതിനകത്ത് മൊത്തം ലാബും കാര്യങ്ങളൊക്കെയാണ്. പുള്ളി സയൻറ്റിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അന്നേരം അതിനകത്ത് മൊത്തം ലാബും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ ഓ ഗൈസ്, എൻ്റെ മോനെ ബാത്തപ്പും കാര്യങ്ങളൊക്കെ. എൻ്റെ എടാ അടിപൊളി കേട്ടോ ഗൈസ്, സെറ്റ് സാധനം ഗൈസ്. ഏതായാലും ഞാൻ ഈ സിറ്റിയിലുണ്ടായിട്ട് ഈ വീടൊന്നും ഇതുവരെ കണ്ടിട്ടും കൂടി ഇല്ല ഗൈസ്. റെൻറ്റിന് ഇങ്ങനെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഇതുവരെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്തായാലും അടിപൊളി വീട് ഗൈസ്. ഓ ആർട്ടിസ് പൊളി ഗൈസ്. എൻ്റെ എടാ, ഓ ഇവിടെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്ക് സൂര്യപ്രകാശം ഇഷ്ടമായിരിക്കും. രാവിലെ ഏറ്റിട്ട് സൺബാത്തും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സോഫ ഇട്ട് കിടക്കുമായിരിക്കും. ഓ എന്തായാലും കൊള്ളാം ഗൈസ്. ഈ പാത്രത്തിനകത്താണോ ഇനി സൊല്യൂഷൻ? ഓ അയ്യോ ചവിട്ടി ഗൈസ്, അതിനകത്തൊന്നും ഇല്ല ഗൈസ്. പിന്നെ ഇയാൾ എവിടെ കൊണ്ടാണോ എന്തോ വെച്ചേക്കുന്നത് ഒരു പിടിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും താഴത്തെ നിലയിൽ തന്നെ ഉണ്ടാകും, കാരണം ഇവിടെയെങ്ങും അങ്ങനെ സസ്പീഷ്യസ് ആയിട്ടൊന്നും കാണാനൊന്നുമില്ല. പിന്നെ എല്ലായിടത്തും തപ്പി കിട്ടേണ്ടതാണ് നേരത്തെ കിട്ടിയത് ഗൈസ്. മിക്കവാറും താഴത്തെ നിലയായിരിക്കും, കാരണം താഴെയാണെങ്കിൽ കുറേ ഡ്രോയറും ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊന്ന് ശരിക്കും നോക്കാം, കാരണം അവിടെ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത ഗൈസ്. ഇവിടെയൊക്കെ മൊത്തം ഷെൽഫും ഡ്രോയറാണ് ഗൈസ്. എനിക്ക് തോന്നി ഇതിനകത്തുണ്ടോ ഗൈസ്. ഓ ഗൈസ്, നമുക്ക് സൊല്യൂഷൻ കിട്ടി ഗൈസ്. എൻ്റെ ഗൈസ് ഗൈസ്, നമുക്കത് കുടിക്കാം ഗൈസ്. ഓ ഗൈസ്, കുടിക്കാം ഗൈസ്. ഓ ഓ ഗൈസ്, നമുക്കെന്ത് പറ്റി ഗൈസ്? എൻ്റെ മോനെ ഗൈസ്, നമുക്കെന്ത് പറ്റിയേ? നമ്മുടെ കൈയൊക്കെ നോക്കി ഗൈസ്. ഓ ഗൈസ്, നമ്മൾ ഹൽക്കായി എന്നാ തോന്നിയ ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, അവൻ പറഞ്ഞ് കറക്റ്റായിരുന്നു ഗൈസ്. നമുക്ക് ഗൈസ് വല്ലാത്ത പവർ കിട്ടിയോണ്ട് എൻ്റെ മോനെ നമ്മുടെ മസിലൊക്കെ നോക്കി. എൻ്റെ ഗൈസ്, പുറത്തോട്ട് ഇറങ്ങാം ഗൈസ്. നമുക്ക് ചാടാൻ പറ്റും. എൻ്റെ മോനെ ഗൈസ്, നമ്മൾ നോക്കട്ടെ ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, നമ്മൾ ഹൽക്കായി. അടിപൊളി ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഈ അതിനകത്ത് ആ സൊല്യൂഷൻ കുടിച്ച് നമ്മൾ ഹൽക്കാവുമായിരുന്നു. പക്ഷെ എൻ്റെ മോനെ നമുക്ക് കുറേ പവർ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഗൈസ്. നമുക്ക് പണ്ടത്തെക്കാളും ഭയങ്കര പവർ ഇപ്പോൾ തോന്നുന്നുണ്ട്. ചാടാൻ പറ്റുന്നുണ്ട് ഗൈസ്, നല്ല ശക്തിക്ക് ചാടാൻ പറ്റുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഇനി ഈ സിറ്റി മൊത്തം തറക്കാൻ പറ്റുന്ന അത്ര ശക്തി ആകുമ്പോഴേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എൻ്റെ മോനെ, ഞാൻ മില്ലിങ്ങിൻ്റെ അകത്തൊക്കെ കയറി പോകുന്നു. ശരി എന്നാ ഗൈസ്, അത് ഗെയിമിൻ്റെ എന്തോ ഗ്ലിച്ചാണ് ഗൈസ്. ഓക്കെ, എൻ്റെ ഇട ഗൈസ് ഹലുക്ക്. ഓ തവള ചാടുന്ന പോലെ തന്നെ ചാടാൻ പറ്റും നമുക്ക്. റോഡൊക്കെ പൊളിച്ച് ഗൈസ്. ഇത് നമുക്ക് വല്ല വണ്ടിയും തിറക്കാൻ പറ്റും നോക്കാവേ. നമ്മുടെ പവർ നമുക്ക് പരീക്ഷിക്കണമല്ലോ ഗൈസ്. ഈ ചേട്ടനെ അടിക്കാൻ പറ്റുമോ? ചേട്ടാ നോക്കിയേ, എന്നെ നോക്കിയേ. പുള്ളിക്കൊരു ബഹുമാനമില്ല ഗൈസ്. നീയൊക്കെ ബഹുമാനമില്ലടാ, ബഹുമാനം ചത്ത് ഗൈസ്. ചാടിയാളെ മണ്ടക്കോട്ട് വീഴാം ഗൈസ്. യെസ്, അവിടെ നേരത്തെ ചത്തൊന്നു പോകും ഗൈസ്. നമുക്ക് അടുത്ത ആളെ പിടിക്കും. നമ്മുടെ അടുത്ത ഈര ആരാന്ന് നോക്കാം ഗൈസ്. ഈ പോകുന്ന കാറുകാരനാണ് അടുത്ത ഈര. ഗൈസ്, എൻ്റെ മോനെ ഒറ്റ ഇടി എടുത്ത് നോക്കിയാൽ പറക്കൂ. എൻ്റെ മോനെ വണ്ടിയൊക്കെ പൊട്ടിത്തെറിച്ച്. നമുക്കോ അപാര കഴിവ് കിട്ടി. ചേച്ചി നോക്കിയേ, അഹങ്കാരം ഈ ചേച്ചിക്ക് കൊണ്ട് ഒറ്റ കൊടുക്കാം. എൻ്റെ ആ ചേച്ചി അങ്ങ് തെറിച്ചു പോയി. എൻ്റെ മോനെ ഗൈസ്, വല്ലാത്ത പവറല്ലേ. ചാടുന്നുണ്ട് ഗൈസ്. ഇത്രയും പൊക്കത്തി ചാടാൻ പറ്റുമോ? ഇത് ചുമന്ന കാറുകാരുടെ പണി കൊടുക്കാം ഗൈസ്. എൻ്റെ മോനെ രാക്കോട്ട് നോക്കാം. ഇവിടെ വണ്ടി നിർത്തടാ ഗൈസ്. ഇരിക്കുന്നോ പുള്ളിക്ക് അങ്ങനെ നമ്മളെ കണ്ടിട്ട് നമ്മൾ തന്നെ ഒരുമാതിരി. വണ്ടി മൊത്തം പൊട്ടി തെറിച്ച് ഗൈസ്. ഗൈസ്, ഈ നാട്ടുകാർക്കൊന്നും ഒരു വിലയില്ല ഗൈസ്. നമ്മളൊരുമാതിരി ഫാൻസി ഡ്രസ്സിന്
ഉടുപ്പിട്ടോട്ട് വന്ന് നോക്കുന്ന പോലെ എല്ലാവരും നോക്കുന്നത് ഗൈസ്. ഇവൻ എൻ്റെ അടുത്ത് വരുന്നത് കാണിച്ചാടാ, നീ തീർന്നടാ. ആടാ വണ്ടിയിൽ നിന്ന് ഇടിച്ച് പൊട്ടി ഞാൻ എടുത്തു പോയി ഗൈസ്, ഇടിച്ച് പറപ്പിക്കാൻ വേണ്ടി. എൻ്റെ പൊന്നോ, ചേച്ചിനെ ഇടിക്കാം ഗൈസ്. ചേച്ചി ഹലോ, ബൈ ബൈ. എൻ്റെ മോനെ ഒറ്റ ഇടിക്കുള്ളൂ ഗൈസ്, എല്ലാവരും ഒറ്റ ഇടിക്കുള്ളൂ ഗൈസ്. സിറ്റിയിലുള്ള വണ്ടിയെല്ലാം നശിപ്പിച്ചത് നമ്മൾ. എൻ്റെ മോനെ ഈ ചാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ്. അടിപൊളി ചാടുന്ന എളുപ്പമുള്ളവരോ കേട്ടോ. പക്ഷെ എൻ്റെ മോനെ ഗൈസ് ഈ ചേട്ടൻ ഇടിക്കാൻ ചേട്ടാ. അയ്യോ എൻ്റെ മോനെ ആ ചേട്ടൻ പോയ പോക്കുണ്ടായിരുന്നു ഗൈസ് നിങ്ങൾ. പക്ഷേ എൻ്റെ വോയിസ് എൻ്റെ മോനെ എനിക്ക് ലംബോർഗിനി തകർത്താലോ ചേട്ടാ. എന്ത് ജാടയാണോ മോടയാണോ മോട? ബാ എന്നെ കണ്ടോ? എൻ്റെ മോനെ നമുക്ക് അപാര പവറായിട്ടായി കിട്ടിയേക്കുന്നത്. എൻ്റെ മോനെയൊക്കെ പൊട്ടിത്തെറിപ്പിച്ച് നശിപ്പിച്ചാണ് ഗൈസ്. വണ്ടിയൊക്കെ കരിഞ്ഞു പോയി. അതേ ഒരു ചേട്ടൻ വരുന്നത്. ചേട്ടാ എന്താണ് എനിക്കൊരു മൈൻഡില്ലാത്ത എന്നാ പിടിച്ചോ? എൻ്റെ മോനെ അവിടെ നമ്മുടെ അടുത്ത് വെച്ച് പോകും. നമുക്ക് തീയൊന്നൊരു പ്രശ്നമല്ല ഗൈസ്. പക്ഷെ എൻ്റെ മോനെ നമ്മൾ പണ്ടേ വേറെയാടാ പൊളി ഗൈസ്. നമ്മളേതായാലും അതിൻ്റെ ആൻറ്റിഡോട്ട് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആൻറ്റിഡോട്ട് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കയ്യിലെടുത്ത് ഗൈസ്. അതുകൊണ്ട് ഏതായാലും ഉപകാരപ്പെട്ടു. ആൻറ്റിഡോട്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഗൈസ്? ആൻറ്റിഡോട്ട് ഏതായാലും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഹൽക്കാവാൻ നിന്നത് തന്നെ. ആൻറ്റിഡോട്ട് ഉണ്ട് ഗൈസ്. ഈ വണ്ടി മണ്ട കയറാൻ പറ്റുമോ? പക്ഷേ എൻ്റെ മോനെ തവളയോ? ഓക്കെ ഗൈസ്, അടിപൊളി ഗൈസ്. ഇത് വല്ലാത്ത പവറാണ് ഗൈസ്. ഏതായാലും ഇവിടെ അങ്ങനെ അധികം നമ്മൾ നിൽക്കാൻ പറ്റില്ല, കാരണം പോലീസോ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മളെ പിടിക്കും. കാരണം ഹൽക്ക് ബ്രൂസ് ബാനർ ആയ സ്ഥിതിക്ക് നമ്മളിവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരിക്കും ബ്രൂസ് ബാനറിനെ കോൺടാക്ട് ചെയ്യാൻ അവർ നോക്കും. അപ്പോൾ നമുക്കത് പണി ചെയ്യുന്നില്ല. അതായത് നമുക്ക് ആൻറ്റിഡോട്ട് എടുത്തുകൊണ്ട് വീട്ടിൽ പോകാം. വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് കുടിച്ചിട്ട് നമുക്ക് മാറിയാൽ മതിയല്ലോ. ഏതായാലും നമ്മളൊന്നും ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മനസ്സിലാവത്തില്ലല്ലോ. എൻ്റെ മോനെ ഏതായാലും അടിപൊളിയാട്ടോ ഗൈസ്. നമുക്ക് ഏതായാലും നേരെ വീട്ടിലേക്ക് വിടാം, അവിടെ പോയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, വീട്ടിലെത്തിയിട്ടുണ്ട്. സ്വന്തം വീടിൻ്റെ മതിൽ ചാടി പോകുന്ന ആദ്യത്തെ ഞാനായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വീട്ടിൽ. സ്വന്തം വീട് തകർക്കുന്നത് എന്തൊരു രസം ഗൈസ്. ഇതിനകത്തോട്ട് കയറാൻ ഗൈസ് നമുക്ക് ആൻറ്റിഡോട്ട് കുടിച്ച് പഴയതുപോലെ ആകാം, അല്ലേ സീനാകും ഗൈസ്. ഭയങ്കര സീനാണ്. നമ്മുടെ ഫ്രണ്ട് വരെ അങ്ങ് അവിടെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഏതായാലും ആൻറ്റിഡോട്ടും കാര്യങ്ങളൊക്കെ കുടിച്ച് പഴയതുപോലെ ആകാം ഗൈസ്. നമ്മൾ വീടിന് വെച്ച് നോക്കും നമ്മൾ എന്നെ വിടുക ഗൈസ്. നമുക്ക് ഏതായാലും നമുക്ക് ആൻറ്റിഡോട്ട് കുടിക്കാം. ആൻറ്റിഡോട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഴയതുപോലെ ആവാം ഗൈസ്. ഓക്കെ, നമുക്ക് കുടിക്കാം ഗൈസ്. ഗൈസ് എൻ്റെ മോനെ നമ്മൾ പഴയതുപോലെ ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളി ഗൈസ്. എന്തായാലും നല്ല രസമായിരുന്നു ഈ സലിക്കായിട്ടുള്ള ആ ഒരു ഇത്. അടിപൊളിയായിരുന്നു ഗൈസ്. എങ്ങനെയാണേലും പൊളിച്ച് ഗൈസ്. ഏതായാലും ഒരു ദിവസം മൊത്തം ഹൽക്കായിട്ട് നടക്കാൻ പറ്റി. എൻ്റെ മോനെ അത് പൊളി സംഭവം കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നേരെ പോയി നമ്മുടെ ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ്, കാരണം അവൻ അവിടെ നമ്മളെ നോക്കിയിരിക്കും. നമ്മൾ പോയതൊക്കെ കണ്ടായിരുന്നു, ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും. എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പം വീഡിയോ ആണെന്ന് ആരെങ്കിലും ലൈക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.